ഇന്ന് കിട്ടിയത് നല്ല സി.ഡി മുള്ളനാണേ. അപ്പോൾ ഇതിനെ സി.ഡി മുള്ളൻ എന്നല്ലേ പറയാറ്? നിങ്ങളെ നാട്ടിൽ എന്താ വിളിക്കാറ് ഇതിനെ? ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെ എന്താന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇതിനെ മുറിക്കാൻ വലിയ പണിയൊന്നുമില്ല. ആദ്യം തന്നെ ചിറകൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ചെതമ്പലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ തല കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കിച്ചറകളൊക്കെ എടുത്ത് കളയണം കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ വാലും ഒന്ന് കട്ട് ചെയ്താൽ മുറിച്ച് നന്നാക്കണ പരിപാടി ഇവിടെ കഴിഞ്ഞേ. ഇനി ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം. ഇതിനെ പൊരിക്കാനാണ് പരിപാടി കേട്ടോ. പൊരിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പുളിവെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ. അപ്പോൾ ഇതാ ഉമ്മ പപ്പായയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വലിയ പപ്പായാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ പറിച്ചാണ്. ഒരു ക്യാപ്സിക്കം ലുക്കൊക്കെ ഇല്ലേ കാണാൻ. അപ്പോൾ ഇതാ ഞാനൊന്ന് കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മധുരവും ഉണ്ടായിന് കഴിക്കുമ്പോൾ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ തന്നെ മുറിച്ചോളാം, ഇനി ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആ പപ്പായ നേരെ ഉമ്മാക്ക് കൈമാറി കേട്ടോ. ഉമ്മ അതിൻ്റെ തോലൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ തന്നെ കേട്ടോ. കുറച്ച് ഉമ്മാവും കൊണ്ടുപോയി, കുറച്ച് ഞാനും എടുത്തേ. പിന്നെ എൻ്റെ മോന് തണുപ്പിച്ചിട്ട് കൊടുത്താലേ ഇത് കഴിക്കൂ കേട്ടോ. എൻ്റെ മോന് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ ഇതാ ഞാൻ നമ്മളെ സി.ഡി മുള്ളനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഉമ്മ കൊണ്ടുവന്ന കറിയാണ് കേട്ടോ. മത്തനും പിന്നെ ഉണക്കച്ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ നിന്നേ കേട്ടോ. നല്ല സി.ഡി മുള്ളൻ പൊരിച്ചതും പിന്നെ ഉണക്കച്ചെമ്മീൻ മത്തൻ കറിയും കൂട്ടി ഒരു പിടി പിടിച്ചേ. ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായിട്ട് കഴിച്ചേട്ടോ. അപ്പോൾ കറി അടിപൊളിയാണ് ഉമ്മാൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.